الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒത്തുകൂടിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിച്ച് മുത്തഖിയും മുവഹിദുമായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അമലുകൾ നിർവഹിച്ച് അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, ഈമാനുള്ളവർ, ഇഖ്ലാസും തഖ്വയുമുള്ളവരാണ്. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റാർക്കും നൽകാത്ത ചില അനുഗ്രഹങ്ങൾ. അവയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് ഒരു സത്യവിശ്വാസി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക എന്നത്. ആ പ്രാർത്ഥന എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അവൻ്റെ പവറാണത്, അവൻ്റെ ശക്തിയാണ്. കേവലം യാന്ത്രികമായി മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രാർത്ഥനകളല്ല. ആ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക്, അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസിക്ക് ആ പ്രാർത്ഥന സാന്ത്വനമാകുന്നത്, സമാധാനമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് ആ പ്രാർത്ഥനയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? ആ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കണം. അവൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, അർത്ഥങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ മുമ്പിൽ ആ പ്രാർത്ഥന ഒരു വജ്രായുധമായിട്ട്, ഒരു അവലംബമായിട്ട്, ഒരത്താണിയായിട്ട്, ഒരാശ്രയമായിട്ട് കടന്നു വരും എന്നുള്ളതാണ്. ലോക ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഉത്ഭവം മുതൽ, മനുഷ്യന്റെ തുടക്കം മുതൽ പ്രാർത്ഥനയും ആരംഭിച്ചിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാപം ചെയ്യുകയാണ്, കുറ്റം ചെയ്യുകയാണ്. കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല, അതിന് പരിഹാരമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്.
മനുഷ്യ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യത്തെ കുറ്റമാണ്, ആദ്യത്തെ പ്രാർത്ഥനയാണ്, ആദ്യത്തെ പശ്ചാത്താപമാണ് മഹാനായ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നത്. അത് ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ പ്രാർത്ഥന? ഒരു വിശ്വാസി ആ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ആ വചനങ്ങൾ ഏതാണെന്ന് സൂറത്തുൽ അഅറാഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വഖാല, അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയാണ് കുറ്റം ചെയ്തതിന്റെ പേരിൽ. റബ്ബന വലംന അൻഫുസന, റബ്ബേ ഞങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരാത്ത പക്ഷം, ഞങ്ങളോട് കരുണയും കനിവും കാണിക്കാത്ത പക്ഷം, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും അല്ലാ എന്ന് അവർ കുറ്റം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് അവിടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുകയാണ്. ഉടൻ തന്നെ അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകുന്നു. ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അവിടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അവൻ തൗബ സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് ഖുർആൻ നമ്മെ അൽ ബഖറയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അവർക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പ്രയാസങ്ങളുണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധമായി വർത്തിച്ചത് പ്രാർത്ഥനയായിരുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലൂടെ വന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നമുക്ക് സാന്ത്വനമാകും, സമാധാനമാകും. റസൂലുള്ളാഹിയുടെ ആ ജീവിത കാലഘട്ടത്തിൽ ഒരു രാപ്പകൽ പോലും പ്രാർത്ഥനയില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു സത്യവിശ്വാസി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് അവന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം? നമുക്കറിയാം, അവന്റെ ഗുണത്തിന് വേണ്ടി, അവന്റെ ഐശ്വര്യത്തിന് വേണ്ടി, അവന്റെ ഇഹപര നേട്ടത്തിന് വേണ്ടി നിരന്തരമായി അവൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കാൻ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാത്തിനും അവൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നു. മതമുള്ളവനും മതമില്ലാത്തവനും പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും പ്രാർത്ഥിക്കാറുണ്ട്. യുക്തിവാദികൾ പ്രാർത്ഥിക്കാറുണ്ട്. നിരീശ്വരവാദികൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ചില നൊമ്പരങ്ങളിലൂടെ ആ പ്രാർത്ഥന വരാറുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലാവുന്നില്ല, നട്ടത്തിലാവുന്നില്ല എന്ന് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, മാ അലൽ അർളി മുസ്ലിമുൻ യദ്ഉല്ലാഹ ബിദഅവ, ഈ ഭൂമുഖത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് അവന്റെ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട്, അവന്റെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിലില്ല അതാഹുല്ലാഹു ഇയ്യാഹ, അവൻ എന്തിനു വേണ്ടിയാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ച കാര്യം അവന് നൽകും. അതല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ച കാര്യം അവന് ലഭിച്ചില്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു അപകടം, ഒരു മുസീബത്ത്, ഒരു തിന്മ അകറ്റുന്നതാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അതുമല്ലെങ്കിൽ ഈ രണ്ടും നടന്നില്ല എങ്കിലും അവന് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിന്റെ ശക്തി അനുസരിച്ച്, അതിന്റെ ഈമാൻ അനുസരിച്ച് പരലോകത്തതൊരു നിധിയായി കരുതി വെക്കും. ഒരിക്കലും ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന നഷ്ടത്തിലാകുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ചെറിയ 2 വചനങ്ങളിലൂടെ പഠിപ്പിച്ചത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന എന്നുള്ളത് ആരാധനയാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന എന്നുള്ളത് ആരാധനയുടെ മജ്ജയാണ്. പിന്നെ എന്തിനു പ്രാർത്ഥിക്കാതിരിക്കണം? പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. മാലം യദ്ഉ ബിസ്മിൻ ഔ ഖതീഅതി റഹ്മിൻ, അവൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ
കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. തെറ്റായ കാര്യങ്ങൾ തനിക്കനുകൂലമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. ഒരു ഷെറായ കാര്യം ഖൈറാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു തിന്മ തനിക്കനുകൂലമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. അതൊരിക്കലും അള്ളാഹു സ്വീകരിക്കില്ല. ഔ ഖതീഅത്തി റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിൽ, കുടുംബത്തിനെതിരായി, മക്കൾക്കെതിരായി, സഹോദരങ്ങൾക്കെതിരായി പ്രാർത്ഥിച്ചുകൂടാ എന്നൊരു നിബന്ധനയും വെച്ചുകൊണ്ട് റസൂൽ ആ സംഭവം വിവരിച്ചപ്പോൾ സ്വഹാബത്ത് പറയുകയാണ്, ഇതന്നുക്സിറു റസൂലേ, എങ്കിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്.